ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ? ഒരു ഈവനിങ് ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു തമിഴ് ഡിഷാണ് കേട്ടോ. അപ്പം അത്ര ഫെമിലിയർ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രം പാലക്കാട് സൈഡൊക്കെ അറിയുണ്ടാവും. അല്ലാതെ സെൻട്രിൽ കിടക്കുന്നവർക്ക് അത്ര അറിയാൻ വഴിയില്ലാത്ത ഒരു ഡിഷാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വെൺപൊങ്കലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ തൊട്ട് എവിടെ വരായാലും നമുക്ക് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് വെൺപൊങ്കൽ. ഇന്ന് വിചാരിച്ച് മലയാളികൾക്ക് അറിയില്ല എന്നല്ല കേട്ടോ, വെൺപൊങ്കൽ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം ഞാൻ അത്ര ഫെമിലിയർ ആയിരുന്നില്ല. വെൺപൊങ്കൽ എന്നുള്ള ഡിഷ് ഞാൻ കഴിച്ചത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഗണേഷിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന വെൺപൊങ്കൽ ഗണേഷ് കുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഗണേഷ് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം ഗണേഷ് കുക്ക് ചെയ്ത വെൺപൊങ്കലാണ് ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങിയത്. എനിക്ക് തമിഴ്നാട് ഡിഷസിനോട് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള ഡിഷിൽ നമ്പർ 1 ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ വെൺപൊങ്കൽ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള വെൺപൊങ്കലാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം 1 കപ്പ് പരിപ്പ് എടുക്കുക കേട്ടോ. പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കല്യാണ പരിപ്പ് കറിയൊക്കെ ഉണ്ടാവില്ലേ, ആ പരിപ്പാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പം ആ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. കൂടെ ഈക്വൽ എമൗണ്ട് ഓഫ് റൈസും എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുക്കറിൽ ഒരു 6 കപ്പ് വെള്ളം എടുക്കാം. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചാൽ പരിപ്പും റൈസും കൂടി അതിലോട്ട് ഇടുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു 3 വിസിൽ നിൽക്കുക കേട്ടോ. ഒരു വിസിൽ അധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് അത് മിക്സായി നല്ല വേവായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ച് അതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്യുക. പിന്നെ ഒരു ചെറിയൊരു ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കുരുമുളക് പൊടിയല്ല, നമ്മൾ കുരുമുളകാണ് കേട്ടോ വേണ്ടത്. അതൊരു കുറച്ച് സമയം നമ്മളൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. കൂടെ 2 സ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്നിട്ട് കുറച്ച് കറിവേപ്പില, അത്യാവശ്യം കായപ്പൊടി, കാഷ്യൂനട്ട് വേണമെങ്കിൽ ചേർക്കാം. ഒക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആഡ് ചെയ്യും എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ റോസ്റ്റ് ചെയ്തൊക്കെ അതിലോട്ട് മിക്സ് ചെയ്യാൻ നന്നായിട്ട്. അപ്പം എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യ് നമുക്ക് നന്നായിട്ട് ഒഴിക്കാം. കാരണം നെയ്യ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.